ചരിത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പൂർവകാലത്തെ ചരിത്രം അന്നത്തെ ഋഷിതുല്യരായ മനുഷ്യർ, അവർ കവികളും കലാകാരന്മാരും ചിന്തകന്മാരുമൊക്കെ ആയിരുന്നു. അവർ ഐതിഹ്യങ്ങളാക്കിയാണ്, അല്ലെങ്കിൽ പഴങ്കഥകളാക്കിയാണ് ആ ചരിത്രത്തെ അടച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. അത് കണ്ടെത്താൻ തീർച്ചയായിട്ടും ഒരു അന്വേഷണാത്മകമായ ഗവേഷണം ആവശ്യമുണ്ട്. അത്തരം ഗവേഷണങ്ങൾ നടത്തിയാൽ മഹാഭാരതത്തിലൂടെയാണെങ്കിലും രാമായണത്തിലൂടെയാണെങ്കിലും ആ കാലത്തെ പുരാണ ഇതിഹാസങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട കഥാപാത്രങ്ങളും സംഭവങ്ങളും നമുക്ക് അന്വേഷിച്ച് ചില ചരിത്രത്തിലെ സത്യസന്ധമായ മുത്തുകൾ കണ്ടെത്താൻ സഹായിക്കുന്നതെല്ലാം നിറയുണ്ട്. അത്തരം അന്വേഷണങ്ങൾ വേണ്ടുവോളം നടത്താൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നത് നമ്മുടെ ഒരു പോരായ്മയോ കുറവോ ഒക്കെയായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഞാൻ കേരളത്തെ രൂപപ്പെടുത്തിയ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ചില മിത്തുകളിൽ അടച്ചു സൂക്ഷിക്കുന്ന ആ കാലത്തെ ചരിത്രത്തിൻ്റെ ചിലത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളോട് പറയാനാണ് ഇന്നു മുതലുള്ള 5 ദിവസങ്ങളിൽ ശ്രമിക്കുന്നത്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ മുമ്പിൽ സങ്കീർണമായ ഒരു പ്രതിസന്ധിയുണ്ട്. നമ്മുടെ കുട്ടികളിൽ വലിയൊരു പങ്ക്, പണ്ട് കാലത്ത് പ്രതിഭയുള്ളവർ നല്ല പ്രൊഫഷണൽ കോഴ്സിനും എല്ലാം വിദേശത്ത് പോകും, അല്ലെങ്കിൽ വളരെ ഉപരിപഠനത്തിന് വിദേശത്ത് പോകുമെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞ് അവർ വിദേശത്ത് പോവുകയാണ്. അതിലൊരുപാട് പേര് വിദേശ പൗരത്വം സ്വീകരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ നാടിനെ അവർ മടുത്തു? എന്തുകൊണ്ട് അവരുടെ അച്ഛനമ്മമാർ വേണമെങ്കിൽ അവർ താമസിക്കുന്ന വിദേശത്ത് കൂട്ടിക്കൊണ്ടുപോയി അവരോടൊപ്പം ജീവിക്കാൻ അവർ തയ്യാറാണ്, പക്ഷേ അച്ഛനമ്മമാരോടൊപ്പം ഈ നാട്ടിൽ വന്ന് ജീവിക്കാൻ തയ്യാറല്ല. അപ്പോൾ എന്തോ പ്രശ്നം നമുക്കുണ്ട്. ആ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ ലോകം എന്താണെന്നും നമ്മൾ ലോകത്തോട് ഇന്നലെ ചേർന്ന് നിന്നത് എങ്ങനെയാണെന്നും ഇന്ന് ചേരാതെ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നും, ഇവിടെ പ്രത്യേകമായി അവരുടെ സ്വാതന്ത്ര്യമോ മോഹങ്ങളോ സ്വപ്നങ്ങളോ വളരാൻ പറ്റാത്ത തരത്തിൽ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അതെന്താണെന്നും മനസ്സിലാക്കാനുള്ള അന്വേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഭൂതകാലത്തെ ചരിത്രം മിത്തുകളായി സൂക്ഷിക്കുന്നത്, അതിനകത്ത് നമ്മൾ നമ്മുടെ നന്മയും നമ്മുടെ വളർച്ചയും ഏത് വിധമാണ് കണ്ടെത്തിയത്, അത് ഏത് വഴിയാണ് ചോർന്നു പോയത്, എങ്ങനെയാണ് അതിനോട് ചേർന്ന് നിൽക്കാത്ത, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ രൂപപ്പെടുത്തിയ സാമൂഹ്യാംശങ്ങളെ നമ്മുടെ പുതിയ തലമുറ ഉൾക്കൊള്ളാതെ അവർ ലോകത്തിൻ്റെ വേറൊരു ഭാഗത്ത് തണുപ്പ് കൊണ്ടും വെയിൽ കൊണ്ടും അധ്വാനിച്ചും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നത് നമ്മുടെ മുമ്പിലെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഉത്തരം എൻ്റെ കയ്യിലുണ്ട് എന്ന് ധരിക്കരുത്. സത്യത്തിൽ ഭാവിയിൽ ഇത്തരം ചർച്ചകൾ കൂടുതലുണ്ടാവണം. ജനകീയമായി ഇത്തരം ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരികയും അതൊരന്വേഷണത്തിൻ്റെ പൊതുവഴിയായി വളരുകയും ആ വഴിയെ സഞ്ചരിച്ച് നമുക്ക് കൂട്ടായി നിന്ന് ഒരുമിച്ച് ഒരു നല്ല ഭാവിയിലേക്ക് പോകാനുള്ള കൈകോർക്കൽ നടത്താൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്, അതെൻ്റെ കൂടി ഒരു ആഗ്രഹമായതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും ജാതി സംഘടനകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും നമ്മുടെ
വിദ്യാഭ്യാസത്തിലൂടെയാണ് ചെറുപ്പത്തെ മുഴുവൻ മൗൾഡ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുഖ്യ പങ്ക് കുടുംബങ്ങളിലാണ്. കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ അവർ പ്രവർത്തിക്കുന്നത് ചുറ്റുപാടുമാണ്. ആ ചുറ്റുപാടുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ അവരെ രൂപപ്പെടുത്തി എടുക്കേണ്ടത് അറിവ് കൊടുക്കുന്ന ഗുരുക്കന്മാരും അവരിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഇതൊക്കെ പരിശോധിക്കാൻ തീരുമാനിക്കുന്ന ഒരു സമൂഹത്തിന് ആ സമൂഹത്തിൻ്റെ ഭൂതകാലം, ആ ഭൂതകാലത്തെ ശരിതെറ്റുകൾ മുഴുവൻ വരച്ചിട്ടിരിക്കുന്ന ഈ മിത്തുകളും കഥകളും അതിൻ്റെ പ്രത്യേകതകളും അതിലേ സഞ്ചരിക്കാൻ ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ കൃഷ്ണമൂർത്തി സാറ് വിഷയം ഏത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നമുക്ക് ഈ മിത്തുകളിലുള്ള ചരിത്രത്തെ അന്വേഷിക്കാൻ ശ്രമിക്കാം. എനിക്ക് എൻ്റേതായ പരിമിതിയുണ്ട്. എന്നെക്കാൾ പല കാര്യങ്ങളിലും അറിവുള്ളവരൊക്കെ ഇവിടെ കാണാം. അദ്ദേഹം മിത്തുകൾ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐതിഹ്യങ്ങളും പഴങ്കഥകളും എങ്ങനെയാണ് ഇന്നത്തെ കേരളത്തിലേക്ക് അത് പ്രവേശിച്ച് അത് നമ്മുടെ മനസ്സിൽ ശരിയായോ തെറ്റായോ കുടികൊള്ളുന്നുണ്ട്. അതിൽ തെറ്റായി കുടികൊള്ളുകയാണെങ്കിൽ ആ തെറ്റ് തിരുത്തി അതിൻ്റെ ശരി ഉൾക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശരിയാണെങ്കിൽ അതെന്തുകൊണ്ട് നമ്മുടെ പിന്നാലെ വന്ന നമ്മുടെ ബന്ധുക്കളായ തലമുറ ആ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാതെ പോയി എന്ന് ദുഃഖത്തോടെ ചിന്തിച്ച് അവരെ കൂടി ഇതിൽ ചേർത്ത് വയ്ക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് 5 ദിവസത്തെ പ്രഭാഷണ വിഷയമാക്കാം. ഒരുപക്ഷെ അത് സമൂഹം ചർച്ച ചെയ്യപ്പെട്ടാൽ നമ്മുടെ മതസംഘടനകളോ ജാതി സംഘടനകളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സമൂഹത്തിലെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ജനാധിപത്യ സംവിധാനങ്ങളോ ചർച്ച ചെയ്യപ്പെട്ടാൽ വരുന്ന വർഷം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുമായിരിക്കും. അത് തേടേണ്ടത് ഇന്നത്തെ കേരളത്തിൻ്റെ ആവശ്യം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓണത്തിൻ്റെ മിത്താണ്. ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും നിങ്ങൾക്കറിയാം, കേരളത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. കേരളം രൂപപ്പെട്ടതുമായ ഒരു മിത്ത് പറയുന്നത് പരശുരാമൻ കേരളം സൃഷ്ടിച്ചു എന്നാണ്. അത് കടലിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അത് ഒരു വലിയ ഭാവനയായിരിക്കാനാണ് സാധ്യത. അത് ആയുധം കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. ആ ആയുധം ഒരു മഴുവായിരുന്നെന്നാണ്. അത് നൽകിയത്, പരശുരാമന് നൽകിയത് ശിവനായിരുന്നു എന്നാണ്. അദ്ദേഹം അതുകൊണ്ട് ആദ്യം നടത്തിയത് ഒരുപാട് നിഗ്രഹങ്ങളാണ്. ക്ഷത്രിയരെ മുഴുവൻ പലതവണ വധിച്ചു എന്ന്. അവസാനം അദ്ദേഹത്തിന് അതിൽ പാപം തോന്നിയെന്നാണ്. എന്നിട്ട് വടക്ക് നിന്ന് അദ്ദേഹം ഈ മഴു തെക്കോട്ടെറിഞ്ഞെന്നാണ്. അത് വീണിടം വരെ, അത് വീണത് കന്യാകുമാരിയിലായിരുന്നു എന്നാണ്. കടൽ മാറിപ്പോയെന്നാണ്. ഇതിൻ്റെ ഒരു സാധ്യത വളരെ വലിയ തരത്തിൽ ആക്രമണങ്ങൾ പലതരത്തിൽ നടന്ന, പ്രത്യേകിച്ച് ഈ ക്ഷത്രിയരും ബ്രാഹ്മണരും തമ്മിലുള്ള തർക്കം നടന്ന, അത് ചോര ചിന്തുന്ന ഒരുപാട് തരത്തിലുള്ള ക്രൂരതയുടെ ഉത്സവങ്ങളായി തീർന്ന ഒരു കാലം ഉണ്ടായിരുന്നിരിക്കാം. ആ കാലത്ത് ഇവിടെ വന്ന ബ്രാഹ്മണർക്ക് ഈ ഭൂമി, ഇവിടെ കടൽ പോലുണ്ടായിരുന്ന ഒരു ജനതയെ മാറ്റി പരശുരാമൻ അവർക്ക് സമ്മാനിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ രൂപപ്പെടലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ജനതയെ ഇല്ലാതാക്കി വന്നുചേർന്ന ഒരു വിഭാഗത്തിന് കൈമാറിയ ഒരു മിത്ത്, അതിനകത്തൊരു ചരിത്രം, ചോര പ്രാണൻ ഇതുമായി ചേർന്ന് കിടപ്പുണ്ട്. അതിനുശേഷമാണ് ഈ ഓണത്തിൻ്റെ മിത്ത് വരുന്നത്. ഓണത്തിൻ്റെ മിത്ത് നിങ്ങൾക്കറിയാം, ലോകത്ത് ഒരേ ഒരു മിത്ത് മാത്രമേ ദൈവത്തെ ചതിയനായി വിവക്ഷിക്കുന്നുള്ളൂ. അസുരനെ അല്ലെങ്കിൽ മനുഷ്യനെ നായകനാക്കി മാറ്റുന്നുള്ളൂ. അത് ഓണത്തിൻ്റെ മിത്താണ്. ലോകത്തിലെ മറ്റൊരുത്സവത്തിൻ്റെ മിത്തിലും ജയത്തിൻ്റെ അവകാശി, ഉയർന്നു നിൽക്കുന്നവനും
ഏറ്റവും ഉയരെ നിൽക്കുന്നത് ദൈവമായതുകൊണ്ട് ദൈവവും, ആ ദൈവത്തെ ആരാധിക്കുന്ന തരത്തിൽ നന്മയുടെ സത്യത്തിൻ്റെ പവിത്രമായ ഒരു വിജയത്തിൻ്റെ വിളക്ക് കൊളുത്തലാണ് ഉത്സവം. എല്ലാ ഉത്സവങ്ങളും അങ്ങനെ. ക്രിസ്തുമസ് അങ്ങനെയാണ്. നമ്മുടെ അമ്പലങ്ങളിൽ, ചെറുതും വലുതുമായ അമ്പലങ്ങളിലെ എല്ലാ ഉത്സവത്തിൻ്റെ മിത്ത് അങ്ങനെയാണ്. ലോകത്തുള്ള എല്ലാ മിത്തും അങ്ങനെയാണ്. ഒരേ ഒരു മിത്തിലാണ് ദൈവം ചതി കൊണ്ട് ജയിക്കുന്നതും മനുഷ്യൻ അല്ലെങ്കിൽ അസുരൻ അതിൽ തോറ്റുപോകുന്നതും തോറ്റുപോകുന്നവനെ കാത്ത് ഒരു ജനത ഒരു ഉത്സവം ആഘോഷിക്കാൻ 365 ദിവസത്തെ ഒരു ദിവസം മറ്റ് ദിവസത്തെ അധ്വാനത്തിനെല്ലാം ഇതിനു വേണ്ടി നീക്കി വയ്ക്കുന്നതുമായ ഒറ്റ മിത്തേ ലോകത്തുള്ളൂ. അത് ഓണത്തിൻ്റെ മിത്താണ്. മഹാബലി കേരളം മാത്രം ഭരിച്ച ചക്രവർത്തിയല്ല. അദ്ദേഹം ഈ അവതാരങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം പ്രഹ്ലാദൻ്റെ പൗത്രനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛനും വിഷ്ണു വധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പക വേണമെങ്കിൽ ഉണ്ടാകാമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതെല്ലാം മിത്തിലുള്ളതാണ്, അതായത് പുറന്തോട് മാത്രമാണ്. അതിനകത്തുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സാമാന്യം അന്ന് നിലനിന്ന അസമത്വ സമത്വ തർക്കങ്ങളുണ്ടായിരുന്നു. ഇത് മനുഷ്യരാശി സംസ്കാരം നേടിയെടുത്ത് നടന്ന് തുടങ്ങിയതിന് ശേഷം എല്ലാ കാലത്തും ഉള്ളവനാണ്. അധികാരമെന്ന ഭരണമെന്ന ഒന്നിനെ മനുഷ്യൻ എപ്പോൾ മുതൽ അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ അസമത്വമുണ്ട്. അത് ഇന്നുമുണ്ട്, അന്നുമുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഏറ്റവും ശാസ്ത്രീയമായി നേരിടാൻ ശ്രമിച്ച ആധുനിക മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഒരുപക്ഷെ ആ 1948 ജനുവരി 30 വധിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ലോകസേവ സംഘം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതുണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അധികാരമെന്ന പ്രശ്നത്തെ ലഘൂകരിച്ച് അതിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ചില പുതുവഴികൾ അദ്ദേഹം കാണിച്ചു തരുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ജീവിക്കാൻ ഇന്ത്യ തന്നെ സമ്മതിച്ചില്ല. അതിനു മുമ്പ് അധികാരമെന്ന പ്രശ്നത്തെ ലോകത്തെ ഏറ്റവും വലിയ തരത്തിൽ അഭിസംബോധന ചെയ്തത് ഒരു ഇന്ത്യക്കാരനാണ്. അത് സിദ്ധാർത്ഥ രാജകുമാരനാണ്. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് ഉപേക്ഷിക്കണമായിരുന്നു. അത് അധികാരമാണ്. അദ്ദേഹം ജന്മനാ അധികാരിയായിരുന്നു. കാരണം ഒരു രാജാവിൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. അദ്ദേഹം അതുകൊണ്ട് അധികാരം ഉപേക്ഷിച്ച ലോകത്തിലെ ആദ്യത്തെ അധികാരിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി. അത് തീർച്ചയായിട്ടും ഇന്ത്യ വേണ്ടത്ര ആധുനിക കാലത്ത് പഠന വിധേയമാകാത്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു ഉറച്ച അനുയായി ഉണ്ടായത് അശോകനാണ്. അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനായ ബുദ്ധനാണ് ഏറ്റവും കുറച്ച് ശിഷ്യന്മാരും കുറച്ചു നേതാക്കന്മാരും അനുയായികളുണ്ടായത്. അത് ഇന്ത്യയിലുണ്ടായതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനുണ്ടായത് ഇന്ത്യക്ക് പുറത്താണ്. അപ്പോൾ ഈ അധികാരം എന്ന പ്രശ്നത്തിൽ അസമത്വത്തിൻ്റെ ആർക്കും പരിഹരിക്കാനൊക്കാത്ത ഒന്നുണ്ട്. മഹാബലി തപസ്സൊക്കെ ചെയ്താണ് ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും എല്ലാം അധികാരിയാവുന്നത്. എന്ന് വെച്ചാൽ അന്നത്തെ അറിയപ്പെടുന്ന ലോകത്തിൻ്റെ അധികാരിയായിരുന്നു മഹാബലി. അദ്ദേഹം ശ്രമിച്ച ഒരു കാര്യം, അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് അന്ന് പറയുന്നത്, കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് കള്ളവും ചതിയും ഒന്നും ഇല്ലെന്നാണ്. കള്ളവും ചതിയും ഇല്ലാതിരിക്കണമെങ്കിൽ, അസമത്വമില്ലാതിരിക്കണമെങ്കിൽ, തർക്കങ്ങളില്ലാതിരിക്കണമെങ്കിൽ അധികാരമില്ലാതിരിക്കണം. അപ്പം മഹാബലി ഭരിച്ചു എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ രാമായണത്തിൽ പറയുന്ന പോലെ ഏറ്റവും കുറച്ച് ഭരിച്ചു എന്നാണ്. ഭരിച്ചുവെന്ന് തോന്നലുണ്ടാക്കാതെ ഭരിച്ചു എന്നാണ്.
ഭയപ്പെടുത്താതെ ഭരിച്ചു എന്നാണ്, തർക്കങ്ങളില്ലാതെ ഭരിച്ചു എന്നാണ്. അങ്ങനെ തർക്കങ്ങളില്ലാതെ നമ്മുടെ നാട്ടിൽ ഭരിക്കുന്ന ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ദരിദ്രൻ്റെ വീട്ടിലെ വീട്ടമ്മയാണ്. ആ വീട്ടമ്മയെ ആരും ഭയപ്പെടുന്നില്ല, എന്നാൽ വീട്ടമ്മ ഭരിക്കുന്നുണ്ട്. അത് ധാർമ്മികമായിട്ടാണ് മക്കളെ ഭരിക്കുന്നത്. സ്നേഹം കൊണ്ടാണ് ഭർത്താവിനെ അനുസരിപ്പിക്കുന്നത്. മറ്റുള്ളവരെയെല്ലാം നന്നായി നടത്താൻ, മദ്യപിച്ച് വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി മക്കളെ നിർബന്ധിക്കുകയല്ല, അടിക്കുമെന്ന് പേടിപ്പിക്കുകയല്ല. എന്നാൽ അമ്മ എന്നൊരു പവിത്രമായ വികാരത്തെ കരുതി അവരങ്ങനെ ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്ക് മുമ്പ് വിവേകാനന്ദൻ പറഞ്ഞത്, ഏറ്റവും നല്ല സംസ്കാരം സ്ത്രീക്ക് മാത്രമേ, അത് മാതൃത്വത്തിന് മാത്രമേ സംഭാവന ചെയ്യാൻ പറ്റൂ. അത്തരം സ്ത്രൈണ സ്വഭാവമുള്ള, മാതൃഭാവമുള്ള ഒരു ഭരണമായിരിക്കും ഒരുപക്ഷെ മഹാബലി നടത്തിയത്. അങ്ങനെയാണെങ്കിൽ മക്കൾ അമ്മയെ അനുസരിക്കുന്ന പോലെ അന്ന് അദ്ദേഹത്തിൻ്റെ നന്മയിൽ വിശ്വസിച്ച് അനുസരിച്ച് അധികാരത്തെ ഭയപ്പെടാതെ ജീവിച്ച ഒരു ഭരണകൂടം ഉണ്ടാവാം. ഈ മിത്തിൽ പറയുന്നത് അത് ദേവന്മാർക്ക് ഇഷ്ടമായില്ല എന്നാണ്. അത് ജനങ്ങൾക്ക് ഇഷ്ടമാവുകയും ദേവന്മാർക്ക് ഇഷ്ടമാകാതിരിക്കുകയും ചെയ്തു എന്നാണ്. അതാണ് ആ ഭരണത്തിൻ്റെ പ്രത്യേകത. അതെല്ലാ ഭരണത്തെയും നിങ്ങൾ മനസ്സിലാക്കണം. ചില ഭരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൂടുതൽ ഇഷ്ടമാവും, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, പ്രതിപക്ഷത്തിന് ഒട്ടും ഇഷ്ടമാവില്ല. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവില്ല. അന്ന് ദേവന്മാർ പ്രതിപക്ഷമായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർ സ്വാഭാവികമായി തങ്ങൾ വലിയവരാണെന്ന് കരുതുന്ന, ബാക്കിയുള്ളവർ തങ്ങളെ അനുസരിച്ച് ജീവിക്കണമെന്ന് കരുതുന്ന, സ്വയമേ ജന്മം കൊണ്ട് തന്നെ തങ്ങൾ ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവർ എന്ന് അറിയുകയും അതങ്ങനെ കരുതുകയും താഴെ അനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങൾ ഉണ്ടാകുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. എതിരായിരുന്നു മഹാബലി. അദ്ദേഹത്തോട് ജനങ്ങളുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിനെതിരായിരുന്നു ദേവന്മാർ. സ്വാഭാവികമായി ഇദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ആവശ്യം വരുന്നു. ആ ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായി അതിനുള്ള സമ്മർദ്ദം, ഈ അവതാര കഥകളുമായി ബന്ധപ്പെട്ടത് നിർവഹിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വിഷ്ണുവിനുള്ളതാണ്. അപ്പം മഹാവിഷ്ണു ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണ വേഷത്തിൽ, ചെറിയ ബ്രാഹ്മണനായതുകൊണ്ടാണ് വാമനൻ എന്ന് വിളിച്ചത്. വാമന വേഷത്തിൽ ചെറിയ ബ്രാഹ്മണനായി കൊടയും ചൂടി മഹാബലിയുടെ മുമ്പിൽ വന്നു എന്നാണ്. മഹാബലിയുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തോട് തപസ് ചെയ്യാൻ, ഇരിക്കാൻ ഒരു സ്ഥലം ആവശ്യപ്പെട്ടു എന്നാണ്. ഇരിക്കാൻ ഒരു സ്ഥലം ആവശ്യപ്പെട്ടാൽ മഹാബലിക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്ഥലം നൽകാം. അത് നമ്മളെല്ലാം അങ്ങനെയാണ്. എൻ്റെ കൂടെ ഒന്ന് 10 രൂപ ചോദിച്ചാൽ ചോദിക്കുന്ന 10 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇരിക്കാൻ ഇത്തിരി സ്ഥലം വേണം എന്ന് ഒരു ബ്രാഹ്മണൻ വന്ന് ചോദിച്ചാൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഭിക്ഷ ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന ബ്രാഹ്മണർക്ക് കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ്. കാരണം ഇന്ത്യയിൽ ഒരു ഘട്ടത്തിൽ ആഹാരം വിറ്റുപോകാത്ത ഒരു നാടായിരുന്നു ഇന്ത്യ. അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ ഹോട്ടൽ എന്ന പദത്തിന് പകരം ഒരു പദമില്ല. അറിവ് വിറ്റുകൂടാത്ത നാടായിരുന്നു ഇന്ത്യ. കാരണം ഇത് രണ്ടും പവിത്രമാണ്, അത് രണ്ടും പ്രകൃതി നൽകുന്നതാണ്. പ്രകൃതിയിൽ ഇത് രണ്ടുമുണ്ട്, ആഹാരമുണ്ട്, അറിവുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്ത് കൊടുക്കാൻ യോഗ്യതയുള്ളവരെയാണ് നമ്മൾ ഗുരുക്കന്മാരെന്നോ സമൂഹത്തിൽ അംഗീകാരമുള്ള വ്യക്തിത്വങ്ങളുള്ളവരെന്നോ വിളിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ വന്ന് ഭൂമി ചോദിച്ചാൽ കൊടുക്കണം. പ്രത്യേകിച്ച് അദ്ദേഹം ചോദിക്കുന്ന അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഭൂമിയാണ്. മഹാബലിക്കും അത് ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾക്ക് 2 ഏക്കർ ഭൂമി തരുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല. ഇനി അദ്ദേഹത്തിന് കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാമം തരുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹം ചോദിച്ചത് ഇരിക്കാൻ വേണ്ടി 3 അടി മണ്ണാണ്.
മഹാബലിയോട് അദ്ദേഹത്തിൻ്റെ ഉപദേശകർ പറഞ്ഞത് ഇതിൽ ചതിയുണ്ട്, കൊടുക്കരുതെന്നാണ്. പക്ഷെ മഹാബലി എന്ത് ചോദിച്ചാലും മനുഷ്യൻ്റെ ചോദ്യത്തിൽ അത് കിട്ടുമ്പോൾ അവന് കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്. വിശക്കുന്നവന് ആഹാരം കിട്ടുമ്പോൾ, തൊഴിലില്ലാത്തവന് ജോലി കിട്ടുമ്പോൾ, മറ്റേതെങ്കിലും വ്യസനങ്ങളുള്ളവർക്ക് രോഗം മാറാൻ മരുന്ന് കിട്ടുമ്പോൾ, കിട്ടുന്നവന് കിട്ടേണ്ടുന്ന ഒരു തൃപ്തി ഉണ്ടാകണമെങ്കിൽ കിട്ടുന്നവൻ ചോദിക്കുന്നത് അതിനൊത്ത വിധത്തിൽ അവൻ ആഗ്രഹിക്കുന്ന തരത്തിൽ കൊടുക്കണം. മഹാബലി അങ്ങനെ ഒരാളായിരുന്നു. അപ്പം മഹാബലി, ഈ ലോകം മുഴുവൻ അവകാശിയായ മഹാബലി, സ്വർഗവും കൂടി അവകാശിയായ മഹാബലി, ഈ ചെറിയ മനുഷ്യനോട് തൻ്റെ ഉപദേശകർ ഇതിൽ ചതിയുണ്ടെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അളന്നെടുത്തോളാൻ പറഞ്ഞു. അപ്പം ഈ വാമനൻ പെട്ടെന്ന് വളർന്നെന്നാണ്. അതിൻ്റെ ഒരു മിത്തിലെ ചരിത്രം പരിശോധിച്ചാൽ അവർ ഇവിടെ ആളെണ്ണം പെരുകി. അവർ മറ്റുള്ളവരെ കൂടി സ്വാധീനിച്ച് മറ്റുള്ളവരെ അവരുടെ ബുദ്ധിയുടെ കിടാങ്ങളാക്കി മാറ്റി അവർ ഈ ഭൂമി കൈവശപ്പെടുത്തി എന്നായിരിക്കും അതിൻ്റെ ചരിത്രത്തിലെ ഭാഗം. പക്ഷേ മിത്തിൽ പറയുന്നത് പെട്ടെന്ന് വലുതായി അദ്ദേഹത്തിൻ്റെ തല ആകാശത്തും കാല് ഭൂമിയിൽ നിറയുന്ന വിധത്തിലും മാറി. അദ്ദേഹം ആദ്യത്തെ അടികൊണ്ട് ഭൂമി മുഴുവൻ, മഹാബലിയുടെ ഭൂമിയിലെ എല്ലാം അളന്നു തീർത്തു. രണ്ടാമത്തെ കാലുകൊണ്ട് സ്വർഗവും അളന്നു തീർത്തു. അപ്പോൾ മൂന്നാമത്തെ കാല് വയ്ക്കാനിടയില്ല. അവിടെയൊക്കെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന, കാരണം ഈ ഭൂമി മുഴുവൻ അളക്കണമെങ്കിൽ അത് മഹാബലി ഉൾപ്പെടും. മഹാബലി നിൽക്കുന്നതും ഈ ഭൂമിയിൽ ഇത്തിരി ഇടത്തായിരിക്കും. പക്ഷേ മിത്തിൽ അധികം ചോദ്യം നമുക്ക് ഉന്നയിക്കാൻ പറ്റില്ല. നമ്മുടെ യുക്തിക്ക് മുഴുവൻ മറുപടി പറയുന്നതല്ല മിത്ത്. നമ്മൾ അതിൽ നിന്ന് ചരിത്രത്തെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പം ഭൂമിയും സ്വർഗവുമൊക്കെ മഹാബലിയുടെ കീഴിലുള്ളതെല്ലാം രണ്ട് കാലുകൊണ്ട് അളന്നു തീർന്നപ്പോൾ സ്വാഭാവികമായി മൂന്നാമത്തത് എവിടെ, മൂന്നടിയാണല്ലോ ചോദിച്ചത്, അതെവിടെ വയ്ക്കും എന്ന ചോദ്യം വന്നു. സ്വാഭാവികമായി വാക്ക് പാലിക്കാൻ പറ്റാത്ത മഹാബലി തോറ്റുപോകുമ്പോൾ മൂന്നാമത് തലയിൽ വയ്ക്കാൻ, കാല് വെച്ചോളാൻ അനുവാദം കൊടുത്തു. അദ്ദേഹം തലയിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നാണ്. അവിടെ ഒരു ഒത്തുതീർപ്പ് വരുന്നുണ്ട്. അത് മലയാളിയുടെ പ്രത്യേകതയാണ്. അതായത് അതുവരെ ഇന്ത്യയിൽ നിലനിന്ന ആക്രമണോത്സുകമായ ചോര ചിന്തിയ വിജയപരാജയങ്ങളുടെ കഥയിൽ ഓണം ചോര ചിന്താതെ ഒരു ഒത്തുതീർപ്പിൻ്റെ വഴിയിലേക്ക് തിരിയുന്നുണ്ട്. അങ്ങനെ വഴിയിലേക്ക് തിരിയുന്നത് വന്ന വാമനൻ കാരണമല്ല, നിന്ന മഹാബലി കാരണമാണ്. മഹാബലി ഇവിടെ നിന്ന് പോകാൻ തയ്യാറാവുന്നുണ്ട്. വെറുതെ പോവുകയല്ലേ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അധികാരവും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും ഇവിടം വിട്ടുപോകാൻ വേണ്ടി ഒരർത്ഥത്തിൽ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പാതാളത്തിലേക്ക് പോയി എന്നാണ്. അതായത് അധികാരം ദേവന്മാർക്ക് കൈമാറി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മനുഷ്യരും മാറിപ്പോയി. ആ ഒത്തുതീർപ്പിലാണ് ഒരു കാര്യം വാമനൻ അംഗീകരിക്കുന്നത്. അത് മഹാബലി ആവശ്യപ്പെട്ടത്, എനിക്ക് എൻ്റെ ജനതയെ കാണാൻ ആണ്ടയിൽ ഒരു ദിവസം വന്നു പോകാൻ ഒരു അനുവാദം വേണമെന്നാണ്. ആ വന്നു പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ അത് വാമനൻ കൊടുത്തു. ഒരു ദിവസം വന്നു പോകാം. അവിടെ മഹാബലി കാട്ടിയ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒഴിഞ്ഞു പോയി. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ വന്ന് ജനതയെ കണ്ടുപോകണം. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് അച്ഛനമ്മമാരെ നോക്കാനും ഭാര്യയുടെ ചെലവ് നിർവഹിക്കാനും ഒരുപാട് മഹാബലിമാർ ജോലി ചെയ്യാൻ വിദേശത്ത് പോവുകയാണ്. അവർ ആണ്ടയിൽ ഒരിക്കൽ വന്നു പോകുമ്പോൾ അവരെ നാട് സ്വീകരിക്കുന്നത് മഹാബലിയെ പോലെയാണ്.
പണ്ടേ കേരളത്തിലെ മനുഷ്യർ പുറത്തു പോയി ഇവിടെ ജീവിക്കുന്നവർക്ക് അധ്വാനിച്ച് വർഷത്തിലൊരിക്കൽ വരുമ്പോൾ എന്തെങ്കിലും നൽകാൻ കഴിയുന്ന തരത്തിലൊരു ജീവിതമാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം 2.25 ലക്ഷം മലയാളികൾ പുറത്തു പോയവർ അവിടെ പൗരത്വമെടുത്തു. അന്നൊരു മാവേലി പോയിട്ട് തിരിച്ചു വന്ന് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നാട് കാണണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പോഴത്തെ ഒരുപാട് മഹാബലിമാർ പുറത്തു പോയാൽ അവിടുത്തെ പൗരത്വം എടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് മാവേലിയുടെ സത്യസന്ധമായ ത്യാഗത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പരാജയപ്പെട്ടവനാണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ആ പരാജയപ്പെട്ടവനെ ഒരു വിജയിയെപ്പോലെ സ്വീകരിക്കണമെന്ന്, എല്ലാം കൊടുത്ത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തണമെന്നുള്ളൊരു മോഹത്തിൽ നിന്ന് കേരളം ആ ഓണത്തിൻ്റെ മിത്ത് കയ്യേൽക്കുമ്പോൾ തന്നെ മാറുന്നതെങ്ങനെയെന്നത് ഒരു ചോദ്യമാണ്. അന്ന് സാധാരണഗതിയിൽ ഈ ദേവൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ദേവന്മാർ ഇവിടെ ഭരണമേറ്റു, മനുഷ്യൻ അധികാരത്തിൽ നിന്ന് പുറത്തായി. അത് അസുരൻ എന്നാണ് പറയുന്നത്. ദൈവം ഭരണത്തിനകത്തായി. പക്ഷെ പുറത്തായവർ വർഷത്തിലൊരിക്കൽ വരുമ്പോൾ ഒരു ജനത സ്വീകരിക്കാൻ അവരുടെ അധ്വാനവും അവരുടെ മനസ്സും ഒരുക്കി കാത്തിരുന്നു. ഇങ്ങനെ ഒരു മിത്ത് നമുക്ക് സമ്മാനിക്കുമ്പോൾ സത്യത്തിൽ മഹാബലിയെ അങ്ങനെ സ്വീകരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ മഹാബലി ഈ ലോകവും സ്വർഗവും കൂടി ഭരിച്ച ആളാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഓണമില്ല, മറ്റെങ്ങുമില്ല. വടക്കേ ഇന്ത്യയിലും ചിലരൊക്കെ ഇപ്പം പറയുന്നത് ഈ മഹാബലി എന്ന് പറയുന്ന ആൾ നർമ്മദയുടെ തീരത്ത് ഭരിച്ച ആളാണ്. പക്ഷെ അവിടെ എങ്ങും ഓളമില്ല. മഹാബലി എൻ്റെ ജനതയായി കണ്ടത്, താൻ കാണാൻ ആഗ്രഹിച്ച ജനതയായി കണ്ടത് ഈ കേരളത്തിലെ മനുഷ്യരെയാണ്, മലയാളികളായ മനുഷ്യരെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ വേണം ഇവിടെ ഇന്നത്തെ ജീവിതത്തിൽ മഹാബലിയെ ഉൾക്കൊള്ളേണ്ടത്? കുറച്ച് മാവേലി സ്റ്റോർ കൊണ്ട് മഹാബലിയെ ഉൾക്കൊള്ളാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇക്കാലത്ത് ജീവിക്കുന്ന കുറച്ച് ഉത്സവങ്ങൾ കൊണ്ട് മഹാബലിയെ ഉൾക്കൊള്ളാൻ പറ്റും. ഓണത്തിനൊരു ഫ്രിഡ്ജ് മേടിച്ചതോ കാറ് മേടിച്ചതോ കൊണ്ട്, ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് മറ്റ് ഉൽപ്പാദകർക്ക് കമ്പോളം കേരളത്തിലെ മലയാളികളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉത്സവാന്തരീക്ഷ ഇടമാണ്. ഓണത്തിന് ഇപ്പം നമുക്കറിയാം, ഓണത്തിൻ്റെ അന്തരീക്ഷത്തിൽ പണ്ട് പ്രകൃതി കൂടി ഒരുക്കി തരുമ്പോഴാണ് എല്ലാ ഉത്സവാന്തരീക്ഷവും അന്തരീക്ഷമായി തീരുന്നത്. കഴിഞ്ഞ 4 വർഷമായി എനിക്ക് ഉറപ്പായിട്ടറിയാം ചിങ്ങമാസത്തിൽ നിലാവില്ല. കാരണം ചിങ്ങമാസത്തിൽ മുഴുവൻ മഴയാണ്. 2018 വെള്ളപ്പൊക്ക കാലത്ത് ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് കേരളം, തിരുവനന്തപുരം കൊല്ലം ജില്ലയാണ് അല്പം മാറി നിന്നത്, കേരളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമായിരുന്നു. അപ്പം നമുക്കന്ന് ഓണം ഉണ്ടായിരുന്നില്ല. 19, 20, 21, 22 ചിങ്ങമാസത്തിൽ മഴയായിരുന്നു. അപ്പം ചിങ്ങമാസത്തിൽ പ്രകൃതി പോലും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഓണനിലാവ്, ഓണത്തിനെല്ലാം അതാണ്, ഓണനിലാവ് മുതൽ ഓണത്തല്ല് വരെ ഓണവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ നമ്മുടെ കാലാവസ്ഥയിലുണ്ട്. ഈ ഓണത്തിൻ്റെ നിലാവിന് ഇത്രയും മനോഹരതയുള്ളത് ഒരു കാര്യത്തിലാണ്. സത്യത്തിൽ കേരളത്തിൽ നിലാവ് ഇങ്ങനെ ശരിക്ക് കിട്ടാവുന്നത് കുംഭമാസത്തിലോ മീനമാസത്തിലോ ഒക്കെയാണ്. പക്ഷെ മീനമാസത്തിലെ നിലാവിന് ഓണനിലാവിൻ്റെ അത്ര ഭംഗിയില്ല. ഓണനിലാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാലവർഷത്തിന് ശേഷം, തുലാവർഷത്തിന് മുമ്പ്, 2 വലിയ മഴയ്ക്ക് മുമ്പ് അന്തരീക്ഷത്തിൽ പൊടി കാണുകയില്ല. ആ പൊടിയില്ലാത്ത ചിങ്ങമാസത്തിലെ നിലാവ് ചന്ദ്രനിൽ നിന്ന് പൊടി തട്ടാതെ, രശ്മികൾ മലിനപ്പെടാതെ നമ്മുടെ ഭൂമിയിൽ വീഴുന്ന ഏക മാസമാണ് ചിങ്ങമാസം.
അതുകൊണ്ടാണ് ചിങ്ങമാസ നിലാവിനെ ഓണനിലാവെന്ന് പറയുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഓണനിലാവില്ല. കാരണം ചിങ്ങമാസത്തിൽ ചന്ദ്രൻ പോലുമില്ല, ആകാശം നിറയെ കാർമേഘമാണ്. ഓണത്തിന് നല്ല ഉശിരൻ മഴയാണ്. ഇപ്പം കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിയിലുണ്ടായാൽ നമ്മുടെ സ്വഭാവത്തിലും ചില പ്രത്യേകതകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതെല്ലാം നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. അപ്പം നമുക്കെങ്ങനെ ഈ ഓണക്കാലത്ത് പ്രകൃതി ഒരുക്കി തരുന്ന ഭക്ഷണവും നമ്മുടെ നാട് മുഴുവൻ മാനത്ത് നക്ഷത്രങ്ങളും ഭൂമിയിൽ പൂക്കളും പരസ്പരം അഭിവാദ്യം ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷവും, കവികൾ എഴുതുന്ന പാട്ടും, അമ്മമാർക്കുള്ളിലുണ്ടാവുന്ന തൃപ്തിയും, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കൊണ്ടുള്ള ആഹാരവും, നമ്മൾ ഓരോരുത്തരും ചെറുതായെങ്കിലും ഒരു വർഷത്തെ അധ്വാനം കൊണ്ട് വല്ലാതെ ഒരുങ്ങി ഊഞ്ഞാലും കെട്ടി പാട്ടുപാടി കൂട്ടായി ഒരു നാട് ഒരു വർഷത്തെ അവരുടെ പിണക്കങ്ങളും തർക്കങ്ങളും പരിഹരിക്കുന്നതും, നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അനുസരിച്ച് നാട്ടിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നതും ചിങ്ങമാസത്തിലാണ്. ഇതെല്ലാം നടക്കുന്ന ഒരു ഓണക്കാലം നമുക്കില്ലാതായി. മനുഷ്യൻ ദേവനേക്കാൾ വളർന്ന, ദേവന് പോലും ചതിച്ചല്ലാതെ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ അസമത്വത്തിൻ്റെ എല്ലാ തലത്തിൽ നിന്നും സമത്വത്തിൻ്റെ നന്മയുള്ള വഴിയിലേക്ക് നിന്ന ഒരു ജനത, ആ ജനതയെയാണ് കാണാൻ ആഗ്രഹിച്ച് മാവേലി വരാനും കാണാനും കൊതിച്ചത്. അങ്ങനെ ഒരു ജനത ഇന്നുണ്ടോ? വലിപ്പച്ചെറുപ്പമില്ലാതെ, വലിപ്പച്ചെറുപ്പം എന്ന് പറയുന്നത് വീടിൻ്റെ വലിപ്പച്ചെറുപ്പമല്ല, മനസ്സിൻ്റെ വലിപ്പച്ചെറുപ്പമാണ്. ആ മനസ്സിൻ്റെ വലിപ്പച്ചെറുപ്പമില്ലാത്ത ഒരു നാട്ടിലെ ഒരു മനസ്സിലെ മാവേലി വരൂ. അങ്ങനെ ഒരു മാവേലിയെ സ്വീകരിക്കാൻ ഇന്ന് കേരളത്തിൽ എത്ര പേര് ഉണ്ട്? എത്ര മനുഷ്യരുണ്ട്? അത്ര മനുഷ്യരില്ലെങ്കിൽ പ്രകൃതി ഓണനിലാവ് തരൂ. നാട്ടിലാകെ പൂക്കളുണ്ടാവും. തോവാളയിൽ നിന്ന് പൂക്കളും, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയും, ആന്ധ്രയിൽ നിന്ന് അരിയും, പിന്നെ ലോകത്ത് പല സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറും ബൈക്കും ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം വിൽക്കപ്പെടുന്ന ഒരു കാലമായി ഓണത്തെ മാറ്റിയെടുക്കാൻ തീരുമാനിച്ചാൽ അവിടെ മാവേലി വരൂ. വരികയല്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാവേലി വരുന്ന തരത്തിൽ, നമ്മൾ ഓരോരുത്തരും മാവേലി ആകുന്ന തരത്തിൽ നന്മയുടെ വളർച്ചയും സത്യത്തിൻ്റെ വെളിച്ചവും ഉള്ള ഒരു കാലത്തിലേക്ക് നമുക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനും ഇത്തരം നന്മകളോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ അവർ കേരളത്തെ മടുക്കും. അവർ പുറത്തു പോകും. അവർ അവിടെ സ്ഥിരതാമസമാക്കും. ഇവിടെ ഒരു വലിയ അന്യവൽക്കരണം നടക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഈ ഏറ്റവും വലിയ മനോഹരമായ മനുഷ്യൻ ദേവനെയും മറികടക്കുന്ന ഉയർച്ചയിലേക്ക് നടന്നുപോയ ഒരു മിത്തിനെ സ്വീകരിക്കാവുന്ന തരത്തിൽ ഒരു മലയാളി കുറച്ച് വർഷങ്ങൾ മുമ്പുണ്ടായിരുന്നു. ആ വർഷങ്ങളിലാണ് മലയാളിയെ നമ്മൾ നവോത്ഥാനത്തിൻ്റെ വഴിയിലേക്ക് പോയ മലയാളി എന്ന് വിളിച്ചത്, പരസ്പരം ബഹുമാനിക്കാൻ അറിയാവുന്ന മലയാളി എന്ന് വിളിച്ചത്, സ്ത്രീത്വത്തെ ദേവിയായി കരുതുന്ന, പ്രത്യേകിച്ച് അമ്മമാരെ ദേവിയായി കരുതുന്ന മലയാളി എന്ന് വിളിച്ചത്, മറ്റ് സംസ്ഥാനക്കാർക്കും മറ്റുള്ളവർക്കും അസൂയ തോന്നുന്ന മലയാളി എന്ന് വിളിച്ചത്, മാത്രമല്ല ലോകത്തെവിടെയുള്ളവരും ഇവിടെ വന്ന് ഇവിടെ കണ്ട് ഇവിടത്തെ ആഹാരം കഴിച്ച് ഇവിടത്തെ പ്രകൃതി ആസ്വദിച്ച് ഇവിടത്തെ കടലിൽ കുളിച്ച് ഇവിടത്തെ പുഴയുടെ ശുദ്ധി കണ്ട് ഇവിടത്തെ ഊഞ്ഞാൽ പാട്ട് കേട്ട് ഇവിടത്തെ ഗ്രാമീണ ഭംഗിയിൽ ലയിച്ച് തിരിച്ചു പോയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അപ്പം ഈ മിത്ത് നമുക്ക് തരുന്നത്, ഏത് കഥയും നമ്മളോട് പറയുന്നത്, കഥ എന്ന് പറയുന്നത് വ്യാസൻ പറയുന്ന പോലെ ഒരു പുറന്തോടാണ്. ഏതോ ഒരു നല്ല കാര്യം അടച്ചു സൂക്ഷിക്കുന്ന ഒരു പെട്ടിയാണ്. ആ പെട്ടി തുറക്കാനും അകത്ത് സൂക്ഷിക്കുന്ന കാര്യം കവർന്നെടുക്കാനും
അത് കൈമോശം വരാതെ സൂക്ഷിക്കാനും ആ കൈമോശം വരാതെ സൂക്ഷിക്കുന്നത് വേറൊരു തലമുറയിലേക്ക് കൈമാറാനും കഴിയുമ്പോഴാണ് അത് അഴകോടുകൂടി നമ്മൾ നമ്മുടെ മക്കളെ ഏൽപ്പിച്ചു എന്ന് ബോധ്യമാവുന്നത്. അത് 50,000 രൂപയുടെ ചുരിദാറിലും അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് 7.5 ലക്ഷം രൂപയുടെ ബൈക്കും മേടിച്ചു കൊടുത്ത് 7.5 ലക്ഷം രൂപയുടെ ബൈക്കൊക്കെ മേടിക്കുന്ന അപകടങ്ങൾ ഇപ്പം നാട് മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അവർ ഈ ബൈക്കുമൊക്കെ ആയി പോയി ചിലപ്പോഴും പറയാറുണ്ട്, അവർ റോഡിൽ പിന്നെ കളരി പഠിക്കുകയാണ്. എന്നുവെച്ചാൽ ഇടത്ത് വെച്ച് വലത്തു മാറി പിന്നെ കാണുന്നത് മെഡിക്കൽ കോളേജിലാണ്, ചിലപ്പോൾ മോർച്ചറിയിലേക്കാണ്. 4000-ലധികം പേര് ഒരു വർഷം കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. അത് 50% ഈ ബൈക്ക് ഓടിച്ച് മരിക്കുന്നവരാണ്. അപ്പം നമുക്കെന്തുകൊണ്ട് ക്ഷമയുള്ള മാവേലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം വന്ന് ചോദിച്ചവനോട് എതിർത്തില്ല. ചോദിച്ച ചെറിയ മനുഷ്യൻ്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നില്ല. മഹാബലിയുടെ കയ്യിൽ ആയുധമുള്ള ഒരു കൂട്ടർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സേനാനായകന്മാരുണ്ടായിരുന്നു, സർവ്വസന്നാഹങ്ങളും ഉണ്ടായിരുന്നു. ഒരാക്രമണത്തിന് വേണമെങ്കിൽ ആരെയും തോൽപ്പിക്കാവുന്ന പാഠവും അദ്ദേഹത്തിന് തന്നെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. കൂടെ അതിന് ആവശ്യമുള്ളവരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. നമ്മളിപ്പോൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? ആയുധങ്ങളുടെ പാടവം കൊണ്ട്, ഗൂണ്ടകളുടെ പ്രത്യേകത കൊണ്ട് ഒരു നാട്ടിൽ ഒരുപാട് പേർക്ക്, കേരളത്തിൽ മാവേലി ഭരിച്ച നാട്ടിൽ ഇന്ന് ജീവിക്കാൻ ഭയമുണ്ട്. റോഡിൽ ഇറങ്ങി നടക്കാൻ ഭയമുണ്ട്. ഒരു പെണ്ണിന് ഒരു മാലയിട്ട് നടക്കാൻ ഭയമുണ്ട്. എന്തിന്? ഒരു ബൈക്കിൽ മയക്കുമരുന്നിന് അടിമയായ ഒരുത്തൻ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ നിൽക്കാൻ ഭയമുണ്ട്. അതിൻ്റെ ശബ്ദത്തെ ഭയമുണ്ട്. ഭയമുണ്ടെങ്കിൽ നമ്മുടെ അടുത്തോ നമ്മുടെ ഉള്ളിലോ മഹാബലി ഇല്ല എന്നാണ്. മഹാബലി ക്ഷമയുടെ പൂർണ്ണതയാണ്. മഹാബലി വിനയത്തിൻ്റെ പാകതയുടെ സമ്പൂർണതയാണ്. ആ സമ്പൂർണത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമ്മൾ മലയാളിയാവൂ. കേരളക്കരയിലിരുന്ന് പണ്ടൊരു രാജാവ് സമത്വത്തിലൂടെ ഭരിച്ച് വിനയത്തോട് നടന്ന് വന്ന് ചോദിച്ച ചതിക്കുമെന്നറിഞ്ഞിട്ടും ക്ഷമയോടുകൂടി ഈ നാട് കരുതൽ പോലെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വെച്ച്, എന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, ഒരു ദിവസം എനിക്ക് വന്നു പോകാൻ ഒരനുവാദം തരണം. അതെല്ലാം മേടിച്ച ഒരാൾക്ക് സ്വാഭാവികമാണ്, ദൈവമാണെങ്കിലും അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ദൈവമാണെങ്കിലും ദൈവം യാചകനും മനുഷ്യൻ കൊടുക്കുന്നവനുമായി ദൈവത്തെ മറികടന്ന ഒരു മനുഷ്യൻ്റെ മഹത്തായ ഉത്സവ ഓർമ്മയാണ് മഹാബലി. നമ്മൾ മഹാബലിമാരാവാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. മഹാബലിമാരായി മാറണം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് വന്ന് മഹാബലിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ബലിയാണത് എന്ന വ്യാഖ്യാനമൊക്കെ ഉണ്ട്. അപ്പം അതിലൊന്നും ഞാൻ പോവുകയല്ല. എന്തായിരുന്നാലും കേരളം ലോകത്ത് വന്നവർക്കെല്ലാം കൊടുത്തവരുടെ നാടാണ്, അവരിൽ നിന്ന് എടുത്തവരുടെ നാടല്ല. നമ്മൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുത്തത് നമ്മുടെ വിയർപ്പ് കൊടുത്തിട്ടാണ്. അവർ തന്ന ജോലി ചെയ്തു തീർത്ത് കൊടുത്തിട്ടാണ്. അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടാണ്. തൃപ്തിയോടുകൂടി അവർ നമുക്ക് തന്നതാണ്. നമ്മൾ എടുത്തവർ എന്ന നിലയിലല്ല ലോകത്ത് ആരാധിക്കപ്പെട്ടത്, നമ്മൾ കൊടുത്തവർ എന്ന നിലയിലാണ്. എടുത്തവർ എന്ന നിലയില്ലാതെ കൊടുത്തവർ എന്ന നിലയിൽ ലോകത്ത് ഒരാൾ സ്വന്തം രാജ്യം തന്നെ തൻ്റെ പ്രാണൻ കൊടുത്തില്ല, അത് എടുക്കാതിരുന്നിട്ടാണ്. തൻ്റെ എല്ലാ അധികാരവും സമ്പത്തും ചോദിച്ചവൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച ലോകത്തിൽ ഏറ്റവും വലിയ ദാനത്തിൻ്റെ ആദർശത്തിൻ്റെ പൂർണ്ണതയാണ് മഹാബലി. ഓരോ മലയാളിയും അതിനവകാശിയാവണം, കൊടുക്കുന്നതായി അവകാശിയാവണം. ഇന്ന് അച്ഛനും അമ്മയ്ക്കും
പരിചരണത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ഒരു സ്പർശം പോലും കൊടുക്കാത്ത മക്കളുടെ മനസ്സിൽ ഒരു മഹാബലി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒരുപാട് വാമനന്മാരുണ്ടാവും. അച്ഛനമ്മമാരെ ചവിട്ടിത്താഴ്ത്തുന്ന, ഭാര്യയെ ചവിട്ടിത്താഴ്ത്തുന്ന, ഭർത്താവിനെ ചവിട്ടിത്താഴ്ത്തുന്ന, മക്കളെ ചവിട്ടിത്താഴ്ത്തുന്ന, സർവരെയും ചവിട്ടിത്താഴ്ത്തുന്ന ക്രൂരതയുടെ പര്യായങ്ങളായ വഴിതെറ്റിയ ജീവിതങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള യാത്രക്കാരായ നാടായി ഈ കേരളം മാറരുത്. മാറാതിരിക്കണമെങ്കിൽ ഇത് നിന്ന് മഹാബലിമാർ നമ്മുടെ മനസ്സിലേക്ക് കുടിയേറാൻ തക്ക തരത്തിൽ അടുത്ത വർഷം മലയാളി വരും, അല്ലെങ്കിൽ മാവേലി വരുമ്പം നമുക്ക് ഗവൺമെൻറ് ആഘോഷങ്ങൾ പോരാ, കേരളം കമ്പോളമായാൽ പോരാ. കേരളത്തിലുള്ളതെല്ലാം നമ്മൾ കൊടുത്ത് വിദേശ വസ്ത്രങ്ങളും വിദേശ ഉൽപ്പന്നങ്ങളും വാങ്ങിയാൽ പോരാ. അന്യസംസ്ഥാനങ്ങളുടെ ചെലവിൽ ആഹാരം ഉണ്ടാക്കി കഴിച്ച് വയറിന് ഏതെങ്കിലും വിഷമം വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ പോരാ. നമുക്ക് നിലാവുണ്ടാവണം. നിലാവിൻ്റെ ആകാശത്തില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ നിലാവുണ്ടാവണം. മാവേലി ഉണ്ടാവണം. മഹാബലിയെപ്പോലെ നമ്മൾ എടുക്കുന്നവരല്ലാതായി കൊടുക്കുന്നവരായി മാറാവുന്ന ദാനശീലന്മാരുടെ, നന്മയുള്ളവരുടെ, മറ്റുള്ളവർക്ക് മാതൃകയായ മനുഷ്യരായി മാറാനുള്ള നമുക്കുള്ള ഒരു അവസരമാണ് സത്യത്തിൽ ഓണത്തിൻ്റെ മിത്ത്. നാളെ ഞാൻ മറ്റന്നാൾ 3 ദിവസം വേറെ ചില മിത്തുകൾ കൂടി പറയുന്നുണ്ട്. അവസാന ദിവസം ഈ മിത്തുകൾ സ്വാംശീകരിച്ച് ഒരു വൃത്തികെട്ട കേരളത്തെ വൃത്തിയുള്ള കേരളമാക്കി മാറ്റിയ നവോത്ഥാനത്തിൻ്റെ സംഭവങ്ങൾ കൂടി 31-ാം തീയതി പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് നമ്മൾ ഇന്നത്തെ തെറ്റായ വഴിയിൽ നിന്ന് ശരിയായ വഴിയിലേക്ക് സഞ്ചരിക്കാൻ ഈ ത്യാഗപൂർണമായ ജീവിതങ്ങളുടെ നന്മയാർന്ന അംശങ്ങൾ ഒക്കാവുന്ന തരത്തിൽ അകത്ത് കയറാൻ ഒരു വാതിൽ തുറക്കണം. തെറ്റായ പലതും ഇന്നകത്ത് കയറുന്ന ചില വാതിൽ അടയ്ക്കണം. അതിന് കഴിയട്ടെ എന്ന ആഗ്രഹത്തിൽ ഈ ഓണത്തിൻ്റെ മിത്ത് എൻ്റെ ഒരു വെർഷനിൽ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.